വഴിയിലൂടെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്ക് പോകാനുള്ള ഇപ്പോൾ വീണ്ടും കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ രക്ഷാപ്രവർത്തനത്തിനിടയിലും ഇപ്പോൾ വലിയൊരു ശബ്ദത്തോടു കൂടി സമീപത്തെ കുന്നുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടകരമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആളുകൾ ഈ ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ കുന്ന് വീണ്ടും ഇടിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മാറണമെന്ന് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആ കുന്ന്, നേരത്തെ ഇടിഞ്ഞ കുന്നിന്റെ ബാക്കി ഭാഗം കൂടി ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. വലിയ ഒരു അപകടകരമായ സാഹചര്യം തന്നെയാണ് നിലവിൽ ഇവിടെയുള്ളത് തന്നെ മനസ്സിലാക്കാം. നമുക്ക് ദൃശ്യങ്ങളിൽ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും വലിയ ഒരു അപകടകരമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഉള്ളിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നടക്കുന്നതിനിടെയാണ് വീണ്ടും കുന്ന് വലിയ രീതിയിൽ ഇടിഞ്ഞു വീണത്. നേരത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ നിന്നും ആളുകൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു അപകടകരമായ സാഹചര്യം നിലവിലുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ജൽസി, ഇപ്പോൾ വീണതിൽ ആർക്കും അപകടമുണ്ടായിട്ടില്ല. അതിസാഹസികമായ രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഈ പാറക്കല്ലുകൾ പൊട്ടിക്കുന്നതിനിടെയാണ് വീണ്ടും വലിയ ഒരു പാറക്കല്ലുകളും മണ്ണും ചേർന്ന കുന്ന് വീണ്ടും ഇടിഞ്ഞു വീണത്. അങ്ങനെ ഒരു നമ്മൾ തത്സമയം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് വീണ്ടും കുന്ന് ഇടിഞ്ഞു വീണത്. അങ്ങനെ അതിനുള്ളിൽ കുറച്ച് അകലെയായിരുന്നതുകൊണ്ട്, അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ നിന്നും കുറെ കൂടി അകലെയായിരുന്നു ഈ കുന്ന് വീണ്ടും ഇടിഞ്ഞു വീണത്. അതുകൊണ്ട് തന്നെ ആർക്കും ഇപ്പോൾ നിലവിൽ വീണ ഈ കുന്ന് ഇടിഞ്ഞതിനെ തുടർന്ന് പരിക്കൊന്നും തന്നെ ഇല്ല. നേരത്തെയായിരുന്നു ഈ ജോലി, അതായത് കൺസ്ട്രക്ഷൻ ജോലി നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ ജോലി ചെയ്യുന്നതിനിടെയാണ് വലിയ ഒരു കുന്ന് ഇടിഞ്ഞു വീണത്. അതേ തുടർന്നാണ് ഒരാൾ ഇപ്പോൾ ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ടാകുന്നത്. അങ്ങനെ ആ ആളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസും മറ്റു സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെയാണ് വീണ്ടും വലിയ ഒരു കുന്നിടിച്ചിൽ ഉണ്ടായത്. പാറക്കല്ലുകളും മണ്ണും അടങ്ങിയ കുന്ന് വലിയ ഒരു ശബ്ദത്തോടു കൂടി പൊട്ടി വീഴുകയായിരുന്നു, താഴേക്ക് പതിക്കുകയായിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായാലും ഈ സ്ഥലം നിയന്ത്രിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായാലും അങ്ങനെ നാട്ടുകാർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമീപത്ത് ആയിരുന്നില്ല, ഈ കുന്നിടിഞ്ഞതിന് കുറച്ച് അകലെയായിട്ടായിരുന്നു ആളുകൾ നിന്നിരുന്നത്.